നാടകങ്ങളും എപ്പോഴും ശക്തമായിട്ടുള്ളൊരു സാമൂഹ്യ വിമർശനമായിരുന്നു. ഇതൊക്കെയാണ് ആ അനുഭവങ്ങളാണ് ഇത്രയും വലിയൊരു നാടകൃത്താക്കാൻ നമ്മളൊരു 10 ജന്മത്തിൽ ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ട ജീവിതം ഒരു ജന്മത്തിൽ അനുഭവിച്ച ആളാണ്. അപ്പോൾ ആ അനുഭവം ജീവിതാനുഭവങ്ങളാണ് അച്ഛനെ കൊണ്ട് അങ്ങനെ നാടകങ്ങൾ എഴുതിപ്പിച്ചത്. അത്രയും അപ്പം ഒരിക്കൽ ONV സാറ് പറഞ്ഞു, അച്ഛൻ്റെ ആത്മകഥ വായിച്ചിട്ട് ഒരാൾ പറഞ്ഞു, ഓ ഗംഭീര ആത്മകഥയാന്ന് പറഞ്ഞപ്പോൾ ONV സാറ് പറഞ്ഞു, ഇത്രയും ജീവിതാനുഭവം ഉള്ള ആൾ മിനിമം ഒരു NM എങ്കിലും ആവണ്ടേന്ന്. നല്ല കമന്റ് അല്ലേ? ഇത്രയും ജീവിതാനുഭവം ഉള്ള ഒരാള് മിനിമം ഒരു NM എങ്കിലും ആവണമെന്ന്. പിന്നെ സത്യസന്ധനായിരുന്നു ജീവിതത്തോട്. അത് നമ്മൾ ഇതൊക്കെ കണ്ടേ ഈ ഒരുപാട് കൾച്ചറൽസ്, ചീനൻ്റെ, തമിഴന്മാർ, ജാപ്പനീസ്, ഇംഗ്ലീഷുകാർ, ഇവരുടെയൊക്കെ ജീവിതം കണ്ടിട്ടേ പല സംസ്കാരങ്ങൾ, അവരുടെ ജീവിത വീക്ഷണങ്ങൾ, ഇതൊക്കെ ആയിട്ടുള്ള പരിചയവും അത് മനുഷ്യൻ്റെ അർത്ഥശൂന്യത എന്താണല്ലോ. അപ്പം ജീവിതത്തിലെ എല്ലാ ഇമോഷനും, സ്നേഹം, പ്രണയം, അതിൻ്റെയൊക്കെ അർത്ഥവും അർത്ഥശൂന്യതയും നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. അതിനെ വിശകലനം ചെയ്യാതെ ആരും മടിയില്ല, തുറന്നു പറയുകയും ചെയ്യും. ഞാൻ ചെറിയ ക്ലിപ്പ് കണ്ടിട്ടുണ്ട്, തിക്കൃഷി ചേട്ടനും സാറും കൂടെ ഇരുന്ന് സംസാരിക്കുന്നതിൽ കൗണ്ടറാ കംപ്ലീറ്റ് അടിക്കുന്നതെല്ലാം കൗണ്ടേഴ്സ്, പക്ഷെ എല്ലാത്തിനകത്തും ഒരു ഫിലോസഫി ഉണ്ട്. പറയുന്ന എല്ലാ നാടകങ്ങളും അതുപോലെ തന്നെയായിരുന്നു, വെറും ഡയലോഗുകളല്ല, 100% സത്യസന്ധമായിരുന്നു. ഇപ്പൊ സിദ്ദിഖ് ലാൽ സാറിന്റെ പടത്തിലേക്ക് വരുമ്പോൾ നാടകത്തിൽ ഉണ്ടായിരുന്ന ഒരാളല്ല, നമ്മൾ കണ്ട വേറൊരാളിനെയാണ് അതിനകത്ത് കണ്ടത്. പക്ഷെ കുറച്ച് ഫോഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മുൻപ് അച്ഛന് ഈ പറഞ്ഞ ഇപ്പം സിദ്ദിഖ് ലാൽ അവിടെ ചെന്നിട്ട് അഭിനയിക്കാൻ അവർ പറയുമ്പോൾ അച്ഛനെ ആരും മടിയില്ല. അപ്പോൾ കുറച്ച് നടന്ന് കഴിയുമ്പോൾ ട്രോളിയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അച്ഛൻ ചിലപ്പം പരിധി വിട്ടിട്ട് അപ്പുറത്ത് പോകും. പുള്ളിയുടെ കാൽക്കുലേഷൻ അന്ന് നല്ല ചെറിയ വീസിങ് ഒക്കെ ഉണ്ട് ആ സമയത്ത് അഭിനയിക്കുമ്പോഴേ. ഒരു ഷോട്ടൊക്കെ അഭിനയിച്ചാൽ വന്ന് ഇരിക്കും, ക്ഷീണ അത്ര. അന്ന് ഫൈബ്രോസിസ് തുടങ്ങിയ സമയമാണ്, അത് നമുക്കറിയില്ല നേരം. അപ്പം ഇത്രയും ദൂരം നടന്ന് ഡയലോഗ് പറഞ്ഞ അവിടം വരെ നടന്നു തേർന്ന് ചേരും, ചിലപ്പോൾ നടപ്പ് ശലം കൂടും. അപ്പോൾ പറയുമ്പോൾ അവിടെ മതിയായിരുന്നു ഒന്നും അല്ല വേണ്ട കുഴപ്പമില്ല, ഞാൻ ക്യാമറ വേണ്ട ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യണ്ട. അപ്പോൾ വേണോ? വേണ്ട ചേട്ടാ, ഞാൻ അഡ്ജസ്റ്റ് വേണ്ട, ഞാൻ എവിടെ വരെ വേണമെന്നും പറഞ്ഞു ഞാൻ ചെയ്യാം. അങ്ങനെ ഒരു അനുസരണം ഈ എപ്പോഴും ഉണ്ട്. ഒരാളെ ഞാനെല്ലാം തികഞ്ഞാണെന്ന് ഒരിക്കലും പറയില്ല. ഞാൻ അച്ഛനെ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി അതാണ്, ഒരു ഭാവിക്കലൊന്നും സംഭവമില്ല ഞാൻ എന്നുള്ള ഒരിക്കലും 1% പോലും. ഇപ്പം ചിലപ്പം ചില വാക്കുകളൊക്കെ എനിക്ക് സംശയം വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കും, ഉടനെ പറയും അതിതാ നിൽക്കി നോക്കട്ടെ. പറയുക മാത്രമല്ല, ആ വാക്ക് എവിടെ നിന്നുണ്ടായി, ഏത് ലാംഗ്വേജിലാണ് എന്ന് വരെ പറയും. എന്നിട്ട് ഞാൻ നിൽക്കി നോക്കട്ടെ, ഉടനെ ഡിക്ഷണറി തുറന്ന് നോക്കിയിട്ട് ശരിയാണ് ഞാൻ പറഞ്ഞത് ശരിയാ. അതായത് കൊച്ചു കുട്ടികളൊക്കെ ഒരു കണ്ടുപിടുത്തം പോലെയാണ് പറയുന്നത്, അല്ലാതെ ഭാവിക്കല്ല ഒരു കാരണം ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെയാണ് ഞാൻ അച്ഛനെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത്. ഒരിക്കലും ഒരു ജാട കാണിക്കൽ പരിപാടിയേ. ചില ആൾക്കാർ എന്നോട് എപ്പോഴും പറയുന്നില്ല, ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് 100% അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും ഒരാളോട് തർക്കിക്കരുതെന്ന് പറയും. ഒരു സംസാരിക്കുമ്പോൾ ചിലപ്പം ഒരാൾ നിൻ്റെ അഭിപ്രായത്തിൽ ഖണ്ഡിച്ച് പറയും, നിന്നതൊക്കെ വ്യക്തമായ ബോധമുണ്ട് നിനക്ക് അതിനെപ്പറ്റി, നീ ഒരിക്കലും തർക്കിക്കാൻ പോകരുത്, സൂചിപ്പിക്കുക അങ്ങനെയാണ് അല്ല, ഒരിക്കലും തർക്കിക്കരുതെന്ന് പറയും. അത് അച്ഛൻ്റെ ഒരു സ്വഭാവത്തിൽപ്പെട്ട കാര്യമായിരുന്നു. അത് എന്നോട് എനിക്ക് പറഞ്ഞു ഇങ്ങനെ ചെയ്യരുതെന്ന്. അച്ഛനൊരു എത്തീസ്റ്റായിട്ടും മകൻ എത്തീസ്റ്റ് ആവാത്തതോ ഇല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ അത് മാറുകയോ അമ്മയുടെ മരണത്തോടു കൂടിയാണ് വിജയരാഘവൻ ചേട്ടൻ കുറച്ചുകൂടെ വിശ്വാസത്തിലേക്കോ, അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ വലിയ വിശ്വാസത്തിന് പറയാനും പാടില്ല. എനിക്ക് ഞാൻ കൺഫ്യൂഷനാണ്, ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അവിടെ ചെന്നൊരു ഇപ്പം ഞാൻ മൂകാംബിയെ പോയിട്ട് എനിക്കറിയില്ല എന്താ പ്രാർത്ഥിക്കണമെന്ന്. ഞാനിന്നും പ്രാർത്ഥിക്കാറില്ല, പക്ഷെ എനിക്ക് അവിടെ പോയൊരു സമാധാനമാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ കുഴപ്പത്തിൽ ഞാൻ കുട്ടിക്കാലം ഒരു നാമം ജപിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ ഈ പറഞ്ഞ അങ്ങനത്തെ സാഹചര്യത്തിലല്ല ഞാൻ വളർന്നത്. പക്ഷെ ഇത് അവിടെ പോകുമ്പോൾ എനിക്കുള്ള ഒരു സുഖം എന്ന് വെച്ചാൽ എനിക്ക് സമാധാനം. അത് എൻ്റെ ദൗർബല്യമാണെന്നാണ് ഞാൻ പറയുന്നത്. അത് ഞാനത് എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ദൈവവിശ്വാസി ആണെന്നോ അല്ലെന്നോ പറയാൻ, അങ്ങനെ ദൈവത്തിനെ ഒരു കാര്യത്തിൽ ഞാൻ ദൈവത്തിനെ വിളിച്ചിട്ടല്ല തുടങ്ങുന്നത്. ഇപ്പം ഞാനൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ദൈവമേ എന്ന് ഞാൻ വിചാരിക്കാറില്ല. ഞാൻ അച്ഛനെ ഓർക്കും, എൻ്റെ അമ്മയെ ഓർക്കും, അതല്ലാതെ ഞാൻ ഓർക്കാറില്ല. പക്ഷേ ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. അല്ല ഞാനിത് ഉണ്ടെന്നോ ഇല്ലെന്നോ തർക്കിക്കാനോ ഒന്നും ആളല്ല. നമുക്ക് അറിയാൻ പറ്റാത്ത കാര്യത്തെ പറ്റി എന്താ വെറുതെ തർക്കിച്ചിട്ട് പറയുന്നത്.
ഒരു കാര്യം കൂടെ ഉള്ളത്, ഈ അഭിനയിക്കുന്ന സമയത്തും അതിനുശേഷം കിട്ടുന്ന അപ്രീസിയേഷൻസ് ഉണ്ടാവും. തിയേറ്ററിൽ സിനിമ വിജയിച്ചിട്ടുണ്ടാവും, പരാജയപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ വിജയരാഘവൻ ചേട്ടൻ എപ്പോഴാണ് അത് ആസ്വദിക്കുക? അത് ഏത് പ്രോസസ്സാണ്? ചിലപ്പോൾ അഭിനയിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ നന്നായി ചെയ്യാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞത് ക്യാമറയിൽ കാണുമ്പോൾ ഒരു സുഖം ഉണ്ടാവാം. ഏത് ഘട്ടത്തിലാണ്? ഞാൻ അഭിനയിക്കുമ്പോഴാണ് ഈ സുഖം തോന്നുന്നത്. അല്ല എപ്പോഴും അല്ല, നമുക്ക് അഭിനയിക്കുമ്പോൾ നമുക്ക് ശരിയായ നമുക്ക് തന്നെ അറിയാം. അത് എല്ലാ ക്യാരക്ടറും അല്ല പറ്റും. ചില ക്യാരക്ടേഴ്സ് ഇപ്പോൾ ഉറക്കത്തെ വിളിച്ചു ചേട്ടാ ചിന്നെ പറഞ്ഞു ചെയ്യുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഞാനിപ്പോൾ 100-300 സിനിമയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാ കഥാപാത്രവും ഒന്നും ഈ പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ ചങ്കിക്കയറി കഥാപാത്രമൊന്നും അല്ല. പക്ഷേ അനുഭവത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഡയലോഗ് പറയാനോ അതൊക്കെ ഈസിയായിട്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളുണ്ട്. അതിനകത്തൊന്നും നമുക്കൊരു വലിയ പറഞ്ഞ അനുഭൂതി ഉണ്ടാകും. അതേസമയത്ത് ഇപ്പം ഞാൻ പൂക്കാലത്തിനകത്ത് ഞാൻ അഭിനയിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു അനുഭൂതി ഉണ്ട്. വഴക്കുണ്ടാക്കിയിട്ട് ഇവരായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് എല്ലാവരും കൂടെ നിൽക്കുന്നു, ഒരു വലിയ ലെങ്തി ഷോട്ടാണ്. അത് ചെയ്തിട്ട് പോയിട്ട് അപ്പം എല്ലാവരും കൈയടിക്കാൻ കൂടി ചെയ്തു. അത് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന സുഖമുണ്ട്. അത് ഞാൻ അനുഭവിക്കുന്ന സുഖം, അത് വേറെ ആൾ പറയുന്ന സുഖമല്ല. അത് എന്താ പറയുക, അതൊരു നമുക്ക് മാത്രം, എൻ്റെ മാത്രം പേഴ്സണലായിട്ട്. ഇപ്പം ചേറാടിക്കരയുടെ അഭിനയ സമയത്ത് ഒരു ലോങ് ഷോട്ട് ഉണ്ട്. ഞാൻ ആ കാറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഗണേശനെ വിട്ടു എന്നറിഞ്ഞിട്ട് വന്നിട്ട് കാറ് വന്ന് നിന്നു. അപ്പോൾ ജഗതി, സുരേഷ് ഗോപി, ഗീത, ചിത്ര, കുറേ ആർട്ടിസ്റ്റ് ഉണ്ട്. ഡയലോഗ് മുഴുവൻ എനിക്ക് 2-3 പേജ് ഡയലോഗ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ നിന്നെ വിട്ടോ, വിടുകയെന്നാണ് വിചാരിച്ചു. അപ്പം നീ എന്നെ മൂക്കി കയറ്റോളാം എന്നൊക്കെ ചോദിച്ചു വഴക്കണം. ഗീത എന്നെ പിടി. അപ്പോൾ വെച്ച് അവൻ എന്നാ ചെയ്യാൻ എന്നെ. പിന്നെ സുരേഷ് ഗോപി, നീ എനിക്ക് അറിയാൻ മേല, എൻ്റെ വിരൽ കണ്ടോ, കാട്ടിക്കയറി വെടിവെക്കുന്നതാ, എന്നെ അറിയാൻ മേല എന്നൊക്കെ പറഞ്ഞു. ഇവനെ ചീത്ത പറഞ്ഞു. അവസാനം തന്തയ്ക്കും തലയും ഞാൻ ഒറ്റ അടി തരും. അടി കൊണ്ട് വീണിട്ട് ഒറ്റ ഷോട്ടാണ്. അന്നത്തെ ഒരു മാഗസീൻ ഇന്നത്തെ പോലെ മറ്റേ ഇതല്ലല്ലോ, ഡിജിറ്റൽ അല്ലല്ലോ, ഭയങ്കര വില. ഒരു കട്ടായി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും മാഗസീൻ തന്നെ ഫുള്ള് വെക്കണം. അപ്പൊ അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. ദൈവമേ, അത് ഒറ്റ ഷോട്ടിൽ ഒരു ക്രെയിനിൽ വന്ന് താഴെ നിന്നു. ക്രെയിനിൽ ക്യാമറ വെച്ചിരിക്കുക. അന്നത്തെ കാലത്ത് ആ ക്രെയിനിൽ നിന്ന് ഇറങ്ങും, ക്യാമറമാൻ ഇറങ്ങി ഇതിൻ്റെ കൂടെ വന്നിട്ട് അങ്ങനെയൊക്കെ എടുക്കുന്നത്. അവരുടെ പണി വലിയ പണി. ആ ഷോട്ട് അഭിനയിച്ച് എന്നെ അടിക്കുന്നവരേ ഉള്ളു. ശരിക്കും അടിച്ചു, ഞാൻ വീണു, ഞാൻ പിന്നെ എഴുന്നേക്കുന്നു, പിന്നെയും ചീത്ത പറയുന്നു. ആരും കട്ട് പറയുന്നില്ല. എൻ്റെ അഭിനയം തീർന്നു. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞോടെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നടച്ച് നിന്ന് നോക്കുമ്പോൾ ഷാജി ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പം എല്ലാവരും കൈയടിച്ചു. നമുക്ക് രഞ്ജിയുടെ കണ്ണൊക്കെ നിറഞ്ഞു. രഞ്ജി ഓടി വന്നെ കെട്ടിപ്പിടിച്ചു. അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു മോമെൻ്റാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ നമുക്കൊരു അവാർഡെന്നോ ഇതിനൊക്കെ അപ്പുറത്തുള്ളൊരു ആർട്ടിസ്റ്റ് അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട്. ആ ഒരു സംതൃപ്തികളെ പോലെ അത് വേറെ ഒന്നുമില്ല. നമ്മൾ ചില അനുഭവങ്ങൾ, ചില പ്രത്യേക അവസ്ഥകളല്ലേ, അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. വേറെ ആൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അങ്ങനത്തെ മോമെൻ്റ് ഉണ്ടാകും ചിലപ്പോൾ ചില സിനിമകളിലുണ്ടാകും.